വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇതിന്റെ അരുവത്ത് നിൽക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. തഗ്നയിലും കൂടി കണ്ടപ്പം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഏർത്തിയമ്മേന്റെ ഫ്രിഡ്ജ് ടൂറാണ്. അപ്പം ഇത് ഏതാണ്? ഗോദ്രേജിന്റെ ഫ്രിഡ്ജാണ്. എന്താണ് കളറ്? മുന്തിരി കളറ്. പക്ഷെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. നിങ്ങൾ വലിയ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാനൊന്നും ഇത് സെറ്റപ്പ് ആക്കിയിട്ടില്ല. ഇതില്ലത് പോലെ ഇവർ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഞാനൊന്നും ആക്കിയിട്ടില്ല. ഇല്ലത് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇതിപ്പോൾ ഇതിന് ഫ്ലവറെല്ലാം ഉണ്ട്. ഇത് വീട്ടിൽ കൂടെ എല്ലാം ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. ഇത് ഫ്രീസറാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇത് നമ്മൾ ഐസ് കട്ട വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പം തണുത്ത വെള്ളം വെക്കുന്നതാണ്. പക്ഷെ ഇപ്പം കൊറോണയെല്ലാം ആയതുകൊണ്ട് ഇപ്പം തണുത്ത വെള്ളം വെക്കാറില്ല. അതുകൊണ്ട് കട്ട ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് കുടിക്കണ്ടെങ്കിൽ കട്ട വെച്ചിട്ട് എല്ലാവർക്കും എന്തായാലും ഇവിടെ കുട്ടികളില്ലാണ്ട് നമുക്കെപ്പം ഐസും കട്ട അത്യാവശ്യം എന്താ വെച്ചാൽ എപ്പം വീണ പൊട്ടുന്നതാണ്. അതുകൊണ്ട് മാത്രം വെച്ചതാണ്. പിന്നെ അതിൻ്റെ ഈ ട്രേ ഇതിൽ നമ്മൾ തൈര് പാലെല്ലാം വെക്കുന്നതാണ്. പിന്നെ അതെ, അതിൻ്റെ അടിയിൽ ഒന്നുമില്ല. ഒരു മാങ്ങ ഇതെല്ല അപ്പുറത്തെ വീട്ടിൽ നിന്ന് രേച്ചി കൊണ്ട് തന്നെയാണ്. അതൊന്ന് മാങ്ങ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ആപ്പിൾ രണ്ടെണ്ണം. ഇതാ തക്കാളി ഞാൻ വേറെ തന്നെ ഒരു ട്രെയിലാക്കി വെക്കുന്നതാണ്. പിന്നെ ഒരു കക്കിരിയുണ്ട്. പിന്നെ തേങ്ങ ഫ്രിഡ്ജിൽ വെക്കുന്നത് എന്ന് വെച്ചാൽ എന്തായാലും പൊട്ടിച്ച തേങ്ങ എന്തായാലും മോശമാകും. അതുകൊണ്ട് നമുക്ക് പിന്നെ കുറച്ച് തേങ്ങയല്ലേ വേണ്ട. അതുകൊണ്ട് ഞാൻ ഇപ്പം ഫ്രിഡ്ജിലാണ് തേങ്ങ വെക്കാറ്. പിന്നെ വേറെ തന്നെ ഒരിതുണ്ട്. ഇതിൽ ഞാൻ ഇഞ്ചിയും പച്ചമുളക് ഇട്ട് വെക്കുന്നൊരു ട്രൈ ആണ്. അത് മാത്രമേ ഇല്ല. പിന്നെ ഇത് പച്ചക്കറി. ഓക്കെ. അത് നമുക്കിനി ഡോറിൻ്റെ ഭാഗം കാണാം. ഇതിലെന്ന് വെച്ചാൽ ഇത് മുട്ടയിടുന്ന ട്രേ വേണ്ട. ഇത് പിന്നെ കായം മോശമാകുന്നതുകൊണ്ട് പിന്നെ ഞാൻ കായയിൽ തന്നെ വെക്കൽ. പിന്നെ ഈസ്റ്റ് ഇടയ്ക്ക് വെള്ളയപ്പം ചുടുന്നതുകൊണ്ട് ഈസ്റ്റ് എന്തായാലും അത്യാവശ്യമാണ്. പിന്നെ ഒരു നാരങ്ങേൻ്റെ കഷ്ണം. പിന്നെ ഒന്നുമില്ല, ഒരു പേട അന്ന് വാങ്ങിയ കുട്ടികളെ കാണാണ്ട് വെച്ചതൊന്നും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നേരെ അടിയിൽ ഞാൻ പൊടികളാണ് വെക്കൽ. ഇതിൽ ഉലുവാപ്പൊടി, സാമ്പാർ പൊടി, കായല്ല കുരുമുളക് പൊടി എല്ലാം ഉണ്ട്. ഗരം മസാല അതെല്ലാം ഞാൻ വെക്കുന്നത്. പിന്നെ ഞാൻ ഒരു ദിവസം ഒരിക്കൽ ഞാൻ ഡയറ്റ് ചെയ്യാതെ വാങ്ങി വെച്ച ഓട്സ് അത് ഇതുവരെ തൊട്ടിട്ടില്ല. അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പക്ഷേ ഡയറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഓട്സ് ഉണ്ട്. പിന്നെ നേരെ താഴേക്ക് വന്നാൽ സോസ്. പിന്നെ ഇവിടെ ഒരു ഫ്രേഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ടാങ്ക് കലക്കുന്നത്. പിന്നെ ഇതൊന്ന് കാശ്മീരി ചില്ലി. പിന്നെ കബാബ് മസാല. നമ്മളിടയ്ക്ക് കബാബെല്ലാം ആക്കലുണ്ട് കേട്ടോ. പിന്നെ ബിരിയാണി മസാലകളാണ് എല്ലാം. നമ്മളിങ്ങനെ ഓരോ സമയം വാങ്ങുന്നതെല്ലാം പൊട്ടിച്ചിട്ട് അതിലിങ്ങനെ വെക്കും. പിന്നെ നേരെ അടിയിൽ വരുന്നതാണ് കേട്ടോ. ഇതിൽ ഞാൻ പിട്ടുപൊടിയും മറ്റേ ഇടിയപ്പപ്പൊടിയും അത് രണ്ടും വെക്കുന്നതാണ് ഈ സ്ഥലം. ഇത്രയാണ് എൻ്റെ ഫ്രിഡ്ജ്. അടക്കട്ടെ. അപ്പം ഇതാണ് ഏർത്തിമേൻ്റെ ഫ്രിഡ്ജ്. ഏർത്തിമേൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നല്ല പുള്ളിക്കാരി പറഞ്ഞെന്നല്ലോ. അപ്പം പിന്നെ ഇതൊരു സാധാരണ ഒരു വീട്ടിൽ എങ്ങനെയാണോ ഫ്രിഡ്ജ് ഉണ്ടാവില്ല. ഇന്നലെ വരെ ഇതിൻ്റെ അകത്ത് ചെമ്മീൻ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ഇന്നിപ്പോൾ ചട്ടിയിലുണ്ട് കറിയാക്കി. എൻ്റെ ഏർത്തിയമ്മ പറയുന്നുണ്ട് അതിന് ഇന്നലെ ആണെങ്കിൽ ചെമ്മീനെങ്കിലും ഉണ്ടാവുമായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. അപ്പം സാധാരണ നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ ഫ്രിഡ്ജ് ഉണ്ടാവുക അതുപോലെ പിന്നെ സ്പെഷ്യലായിട്ടൊരു സിൽക്ക് ഉണ്ട്.
പിന്നെ കറികളൊന്നും ഞാൻ ബാക്കിയൊന്നും ഫ്രിഡ്ജിൽ വെക്കാറില്ല. പിറ്റേന്ന് ഇത് ഇവിടുന്ന് ആക്കി ചെയ്താണെന്ന് ഇഷ്ടമല്ലാത്തത് ഞാൻ അത് ഉണ്ടെങ്കിൽ തന്നെ കറപ്പാട് കളയല. ആകെ അത്ര ആളല്ലേ ഉള്ളൂ. അതെ, അതുകൊണ്ട് കുറച്ചേ വെക്കാറുള്ളൂ. അപ്പം ഇതാണ് ഏർത്തിയമ്മയുടെ ഫ്രിഡ്ജ്. അപ്പം എന്താണ് പിന്നെയൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ.